തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപ് നിർണായക നീക്കവുമായി തമിഴ്നാട് സർക്കാർ എന്ന വാർത്ത നമ്മൾ നേരത്തെ കണ്ടു. സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് 5000 രൂപ കൈമാറിയിരിക്കുകയാണ്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകാം. മനേഷ് മൂർത്തി ഉണ്ട് ചെന്നൈയിൽ നിന്ന്. മനേഷ്, തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള DMKയുടെ നീക്കം എന്ന് വ്യാപകമായി വ്യാഖ്യാനിക്കാനിടയുള്ളതാണല്ലോ സർക്കാരിന്റെ ഈ നീക്കം. എന്താണ് ഈ 5000 രൂപയ്ക്ക് പിന്നിൽ? നേരത്തെ മുതൽ നടപ്പാക്കി വരുന്ന ഒരു പദ്ധതിയാണ് കലൈഞ്ചർ പൊമ്പളെ ഉറിമൈ തിട്ടം എന്ന് പറയുന്നത്. അതായത് വിമൻസ് റൈറ്റ് കലൈഞ്ചറുടെ പേരിൽ ആരംഭിച്ച പദ്ധതിയാണ്. അത് പ്രകാരം ഒരു മാസം പ്രതിമാസം 1000 രൂപ വീതം സ്ത്രീകൾക്ക്, അതായത് ഗൃഹനാഥകളായ സ്ത്രീകൾക്ക് നൽകുന്നുണ്ട്. അതിൻ പ്രകാരമാണ് ഈ തുക കൃത്യമായി തന്നെ നൽകി വന്നിരുന്നത്. പക്ഷേ ഇന്നിപ്പോൾ ഉണ്ടായ കാര്യം എന്ന് പറയുന്നത് 5000 രൂപയാണ് ഈ പദ്ധതി പ്രകാരം ഓരോ സ്ത്രീയുടെയും അക്കൗണ്ടിലേക്ക് വന്നിരിക്കുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട കാര്യമായി പറയുന്നത് 2 മാസത്തേത്, അതായത് ഈ മാസത്തെ ഫെബ്രുവരി മാസത്തെയും മാർച്ച് ഏപ്രിൽ അങ്ങനെ 3000 രൂപയും 2 മാസം വേനൽക്കാല ഭത്ത എന്ന രീതിയിലുമാണ്. അങ്ങനെയാണ് 5000 രൂപ ഇപ്പോൾ നിലവിൽ നൽകിയിരിക്കുന്നത്. അതാണ് സർക്കാർ ഇതിന് നൽകുന്ന ഒരു വിശദീകരണം എന്ന് പറയുന്നത്. സർക്കാരിന് പറയാം, അതായത് തിരഞ്ഞെടുപ്പാണ്, അതുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ ഈ ഫണ്ട് ട്രാൻസ്ഫറിന്റെ ഇഷ്യൂസ് ഉണ്ടാവും, അതുകൊണ്ടാണ് എന്നൊക്കെ പറയാമെങ്കിലും എന്തായാലും തെരഞ്ഞെടുപ്പ് മുന്നിൽ കാണുന്നു സർക്കാർ എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം 1,31,00,000 സ്ത്രീകൾക്കാണ് ഇന്നിപ്പോൾ ഈ 5000 രൂപ വീതം ലഭിച്ചിരിക്കുന്നത്. അത് കൃത്യമായ അർത്ഥത്തിലുള്ള തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ഒരു നടപടിക്രമം തന്നെയാണ് എന്നുള്ളതാണ്. 2 മാസത്തേത് അഡ്വാൻസ് ആയി നൽകുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.